MSOE 002 യൂണിറ്റ് 3 ആണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൽ ഡയസ്പോറിക് കമ്മ്യൂണിറ്റീസ് ഓഫ് ദ വേൾഡിനെ കുറിച്ചാണ് പറയുന്നത്. ലേണിംഗ്, അതിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നോക്കുന്നത് കൂടുതലായിട്ട് എങ്ങനെയൊക്കെയാണ് വിദേശത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ഡയസ്പോറകൾ അല്ലെങ്കിൽ കുടിയേറി പാർക്കുന്നതിനുള്ള സാഹചര്യം, അതിനുള്ള അത് ഏതെല്ലാം രീതിയിലാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത്, ഏതെല്ലാമാണ് അതിൻ്റെ സന്ദർഭം, അങ്ങനെയൊക്കെ അതായത് നിരവധി കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് ഈ യൂണിറ്റിലൂടെ. അതുപോലെ ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ഡയസ്പോറിക് സ്റ്റഡീസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ കൂടുതലായിട്ടും സ്വന്തം നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം നാട്ടിനെ എപ്പോഴും എന്താണ് നമ്മൾ സ്വന്തം കുടുംബത്തെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, എത്ര വലിയ അല്ലെങ്കിൽ കുടിയേറ്റക്കാരാണെങ്കിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ പോയി താമസിക്കുകയും ജോലി ചെയ്യുകയും അവിടെ കൂടുതലായിട്ട് ജോലികൾ ചെയ്ത് അവിടെ തന്നെ താമസിക്കുന്നവരാണെങ്കിലും തന്നെയും സ്വന്തം രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ഒരിക്കലും മറക്കാതെ തന്നെ അവിടുത്തെ ഭാഷയും സംസ്കാരവും ആചാരങ്ങളൊക്കെ എന്താണ് ഒരു ഐഡന്റിറ്റി ആയിട്ട് അല്ലെങ്കിൽ അതെന്നും ഒരു പുതുക്കലായിട്ട് അല്ലെങ്കിൽ അതെന്നും ഓർമ്മയിലൂടെ കടന്നു പോവുകയും അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുകയും ചെയ്യുന്നുവെന്ന് അല്ലെങ്കിൽ ചെയ്തു പോകും എന്നാണ് കുടിയേറ്റക്കാർ അല്ലെങ്കിൽ വിദേശികളാണെങ്കിൽ കൂടിയും സ്വദേശികളാണെങ്കിൽ കൂടിയും അതുപോലെ തന്നെയാണ് മറ്റ് അതായത് മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നവരാണെങ്കിൽ ശരിയാണ്. അപ്പോൾ അവർ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം സംസ്കാരത്തിന് വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാ തലത്തിലും അവർ കൂടുതൽ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തി എടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ സ്പെസിഫിക് ഹിസ്റ്ററി ഓഫ് ജൂയിഷ്, ചൈനീസ്, ആഫ്രിക്ക പോലുള്ള ഡയസ്പോറകൾ ഇവിടെ കൂടുതലായിട്ട് വരികയും ചെയ്യുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ ആഫ്രിക്ക, ചൈനീസ്, ജൂയിഷ് പോലുള്ള രാജ്യങ്ങളിൽ അവിടെ ജൂയിഷ് എന്ന ഡയസ്പോറകൾ എന്താണ് ബലമായി പുറത്താക്കൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്ക് ബലമായിട്ട് തന്നെ പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള വ്യാപനം ഇവിടെ സാധ്യമാകുകയും മതപരമായിട്ടും സംസ്കാരമായിട്ടും ശക്തമായിട്ട് മുന്നേറുകയാണ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ ചൈനീസ് രാജ്യങ്ങളിൽ എന്താണ് കൂടുതലായിട്ട് വ്യാപാരവും തൊഴിൽ പ്രധാനമായിട്ടാണ് കാരണമായിട്ടാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ ഏഷ്യ, സൗത്ത് ഏഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലുള്ള കുടിയേറ്റക്കാരായിട്ട് ചൈനക്കാർ പോവുകയും ചെയ്യുന്നു. അതുപോലെ ശക്തമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുകളും ഇവിടെ തയ്യാറാവുകയും ചെയ്യുന്നു. ആഫ്രിക്ക പോലുള്ള അല്ലെങ്കിൽ ആഫ്രിക്കൻ ഡയസ്പോറകൾ അടിമ കച്ചവടം പോലുള്ള അല്ലെങ്കിൽ അവർക്ക് ബലപ്രയോഗങ്ങളിലൂടെയാണ് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് എന്ന് പറയുന്നു. സംസ്കാരപരമായിട്ടും പുനർനിർമ്മാണം അല്ലെങ്കിൽ കൾച്ചറൊക്കെ അവർ വീണ്ടും മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഗ്ലോബൽ ഡയസ്പോറകൾ എങ്ങനെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ അല്ലെങ്കിൽ ലോകവ്യാപകമായിട്ട് കുടിയേറ്റത്തിന്റെ സാമൂഹ്യ ആർത്ഥിക അല്ലെങ്കിൽ അർത്ഥങ്ങളെയും സ്വാധീനങ്ങളെയൊക്കെ പഠിച്ചെടുക്കുകയും അതുപോലെ തന്നെ ഐഡന്റിറ്റി, സംസ്കാരം, രാഷ്ട്രീയ ബന്ധങ്ങൾ എന്നിവയൊക്കെ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. ഗ്ലോബലൈസേഷൻ ആണെങ്കിലും ട്രാൻസ്ലേഷനലിസം ആണെങ്കിലും ആശയവുമായിട്ടുള്ള രീതിയിൽ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇവിടെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നോക്കുന്നത് മൈഗ്രേഷൻ എന്തായിരിക്കും. അപ്പൊ മൈഗ്രേഷൻ എന്നതുകൊണ്ട് എന്താണ്? കുടിയേറ്റം അല്ലെ. അപ്പൊ കുടിയേറ്റം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകുന്നതിനെയാണ് നമ്മളിപ്പോ മൈഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ രണ്ട് തരത്തിലുണ്ടാവും. അപ്പോൾ ഏതെല്ലാം തരത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ്ഡ് മൈഗ്രേഷനും ഉണ്ട്, അതുപോലെ തന്നെയാണ് വോളണ്ടറി മൈഗ്രേഷനും ഉണ്ട്. അപ്പൊ ഫോഴ്സ്ഡ് എന്ന് പറയുന്നത് നിർബന്ധത്തിൽ, അതായത് എന്തെങ്കിലും ഒരു സാഹചര്യം, എന്തെങ്കിലും ഒരു കാരണവശാൽ നിർബന്ധിച്ചുകൊണ്ട് മറ്റൊരു അയൽ രാജ്യങ്ങളിലാണെങ്കിൽ ശരി മറ്റേത് രാജ്യങ്ങളിലേക്കും പോകുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. അതായത് യുദ്ധം, അതുപോലെ അടിമത്തം, പീഡനങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് അവരെന്താണ് പല നാടുകളിലാണെങ്കിലും ആളുകളൊക്കെ കൂടി ചേർന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്ന സന്ദർഭത്തെയാണ് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് വോളണ്ടറി മൈഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊഴിൽ, വിദ്യാഭ്യാസമാണെങ്കിലും നല്ല ജീവിതം
ലഭിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ ആളുകൾ എന്താണ് സ്വയം തന്നെ, അതായത് ഞാനിപ്പോൾ വേറൊരു അമേരിക്കയിലേക്ക് പോകണം അല്ലെങ്കിൽ ചൈന രാജ്യങ്ങളിൽ പോയി ഞാൻ താമസിക്കുക, അതായത് സ്വയം തന്നെ തീരുമാനം എടുത്തുകൊണ്ട് പോകുന്നതിനെയാണ് വോളണ്ടറി മൈഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ അപ്പോൾ ഡയസ്പോറ മൈഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക അതിൻ്റെ ഇപ്പോൾ ലാംഗ്വേജ് ആണെങ്കിലും അവരുടെ കൾച്ചർ ആണെങ്കിലും പോലുള്ള അതിൻ്റെ ഓർമ്മകൾ ജീൻസൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തി എടുക്കുകയും ചെയ്യുന്നു. ഭാഷാപരമായിട്ടാണെങ്കിലും നമുക്ക് കൂടുതൽ ഏതൊരു നമ്മുടെ സ്വന്തം രാജ്യത്തിൽ നിന്ന് മറ്റേത് രാജ്യങ്ങളിലേക്കും നമ്മൾ പോവുകയാണെങ്കിലും നമ്മുടെ സംസ്കാരമാണെങ്കിലും നമ്മുടെ ആചാരങ്ങളാണെങ്കിലും ഭാഷയാണെങ്കിലും എല്ലാം എന്താണ് നമ്മുടെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവും. അത് എവിടെ പോയാലും നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭാഷ, നമ്മുടെ ആചാരങ്ങൾ ഒരിക്കലും മറക്കാതെ തന്നെ അത് നിലനിർത്തിക്കൊണ്ടു പോവുകയും അവിടുത്തെ ആചാരമായിട്ടും അല്ലെങ്കിൽ അവിടുത്തെ ഭാഷയുമായിട്ടും പൊരുത്തപ്പെടുകയാണെങ്കിൽ കൂടി സ്വന്തം രാജ്യത്തെ എപ്പോഴും എന്താണ് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുന്നത്. അതുപോലെയാണ് ഡയസ്പോറൽ ക്യാപിറ്റൽ കുറിച്ച് പറയുമ്പോൾ ജൂയിഷ് പോലുള്ള ഡയസ്പോറൽ രീതിയിലുള്ള അല്ലെങ്കിൽ ആ രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് വലിയ രീതിയിലുള്ള യഹൂദരുടെ അല്ലെങ്കിൽ പിരിച്ചുവിടൽ പോലുള്ള അവർക്ക് എന്താണ് ചൂഷണത്തിന് ഇരയാവുകയും എല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നു. അതുകൂടാതെ തന്നെയാണ് ഡയസ്പോറ ജനറൽ ഗ്ലോബൽ പോലുള്ള രീതികളിൽ ഇവിടെ കൂടുതലായിട്ടും ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സമൂഹം സ്വന്തം നാട്ടിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്താണ് ചിതറി തെറിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ചിതറി തെറിക്കുന്ന ഒരു രീതിയാണ് കാണുന്നത്. സ്വന്തം ഐഡന്റിറ്റിയെയും അല്ലെങ്കിൽ സംസ്കാരത്തെയും നിലനിർത്തിക്കൊണ്ട് അത് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ പോയി അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിലൂടെ അല്ലെങ്കിൽ ഒരു രീതിയിലൂടെ അവിടുത്തെ രീതിയിലൂടെ കടന്നു പോവുകയാണ് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പുതിയ സമൂഹങ്ങളുമായി ഇടപെടാനും എന്താണ് ഡയസ്പോറകൾ അതായത് കുടിയേറ്റക്കാർ തയ്യാറാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ഇനി നോക്കാൻ പോകുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഡയസ്പോറകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡയസ്പോറ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? പോവർട്ടി, എക്കണോമി, അതുപോലുള്ള പലതരത്തിൽ നമുക്ക് അതായത് ഒരു കുടിയേറ്റം നടക്കാൻ അല്ലെങ്കിൽ ഡയസ്പോറ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം തന്നെയാണ് ദാരിദ്ര്യം. അപ്പം ഒരു നല്ലൊരു ജീവിതത്തിനായി അല്ലെങ്കിൽ ആളുകൾ മറ്റിടങ്ങളിലേക്ക് പോകുന്ന രീതി, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ രാജ്യങ്ങൾ പോലുള്ള അല്ലെങ്കിൽ മറ്റേതൊരു രാജ്യം ഏതെല്ലാ രാജ്യങ്ങളിലാണോ അവിടങ്ങളിലൊക്കെ എന്താണ് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിലും കൂടുതലായിട്ട് അവരുടെ ജീവിത രീതിയാണെങ്കിലും അവരുടെ മറ്റ് പലതരത്തിലുള്ള വിദ്യാഭ്യാസമാണെങ്കിലും തൊഴിൽ മേഖലയിലൊക്കെ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ മറ്റ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ കുടിയേറി പാർക്കുകയാണ് ഒരു സാഹചര്യമായിട്ട് പറയുന്നു. അതുപോലെ തന്നെയാണ് എക്കണോമിക് ഫാക്ടേഴ്സ് ഇവിടെ കൂടുതലായിട്ടും അതായത് ഡയസ്പോറകൾ എന്താണ് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് എക്കണോമിക് രീതിയിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലായിരിക്കും അവരെന്താണ് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യും, നല്ല സമ്പാദ്യങ്ങൾ നേടാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. അതുപോലെ അല്ലെങ്കിൽ നാടുകടത്തൽ പോലുള്ള രാഷ്ട്രീയമായിട്ടും മതപരമായിട്ടുള്ള പീഡനങ്ങൾ മൂലം ബലമായി അവരെന്താണ് പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ അവരുടെ അവസരങ്ങൾ ഓരോ രീതിയിൽ വിദ്യാഭ്യാസപരമായിട്ടും ബിസിനസ് പരമായിട്ടുള്ള നല്ല ജീവിത നിലവാരം എന്നിവയ്ക്ക് എന്താണ് സ്വമേധയെ തന്നെ അവർ കുടിയേറി പാർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെയാണ് അവരുടെ കൾച്ചർ ആണെങ്കിലും കൊഹിൻ പോലുള്ള അതായത് പ്രശസ്തമായ അവർ പറയുന്ന ഒരു വാക്കുകളാണ്. അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രജ്ഞനായ കൊഹിൻ എന്താണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ബാധിത ഡയസ്പോറ ബലമായി കുടിയേറ്റം അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്ന ആൾക്കാരാണ് ഡയസ്പോറകൾ എന്ന് പറയപ്പെടുകയും അതുപോലെ തന്നെ ആധിപത്യം ഡയസ്പോറ സാമ്രാജ്യ അല്ലെങ്കിൽ വിസ്താരവുമായി ബന്ധപ്പെട്ട കുടിയേറ്റത്തെ കുറിച്ച് പറയുകയും ചെയ്യുന്നു. തൊഴിലാളി ഡയസ്പോറകളായിട്ട് പറയുന്നു. അതുപോലെ ജോലി തേടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവരാണ് ഡയസ്പോറകൾ എന്ന് പറയുന്നു. വ്യാപാരത്തിനായി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ പല രീതിയിലാണ് ഡയസ്പോറകളായിട്ട് തിരിക്കുന്നത്. അതായത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയെ മുൻനിർത്തിക്കൊണ്ടാണ് പറയുന്നത് എന്ന് പറയുന്നു. അതുപോലെ ഗ്ലോബലൈസേഷൻ, ഇൻക്രീസ്ഡ് മൊബിലിറ്റിയെ കുറിച്ച്
ഇവിടെ പറയുന്ന സമയത്ത് എന്തായിരിക്കും പറയാ, ഗ്ലോബലൈസേഷൻ എപ്പോഴും എന്താണ് കാരണം, ഗ്ലോബലൈസേഷന്റെ പലതരത്തിലുള്ള കാരണങ്ങളായിരിക്കും കാണുക. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വർദ്ധിക്കുകയും യാത്രയും ആശയവിനിമയവും ഒക്കെ എളുപ്പമാവാൻ വേണ്ടി ഇതിലൂടെ സാധിക്കുന്നു. ഇതിന്റെ ഫലമായിട്ട് മൊബിലിറ്റി, ജനങ്ങളുടെ സഞ്ചാരശേഷിയൊക്കെ വർദ്ധിപ്പിക്കുകയും കൂടുതൽ ആളുകൾ വിദേശത്തേക്ക് കുടിയേറാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഗ്ലോബലൈസേഷൻ എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഡയസ്പോറ എങ്ങനെയൊക്കെയാണ് ഗ്ലോബലൈസേഷനിൽ കൂടുതലായിട്ടും നല്ല രീതിയിൽ വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അവർക്ക് യാത്രാ സൗകര്യങ്ങളൊക്കെ പുതിയ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു മാർഗമായിട്ട് തന്നെയാണ് ഇവിടെ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ